ഓം ശാന്തി 1-3-2026 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 9-3-2009. മുരളിയുടെ ടൈറ്റിലാണ് പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൻ്റെയും കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെയും യഥാർത്ഥ ഹോളി ആഘോഷിക്കൂ. ഇന്ന് ഹോളിയസ്റ്റായ ബാബ തൻ്റെ ഹോളി കുട്ടികളോടൊപ്പം ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. എല്ലാ കുട്ടികളും ഹോളി കുട്ടികളാണ്. നിങ്ങളെല്ലാവരും ഹോളി ആഘോഷിക്കുന്നതിനായി വന്നിരിക്കുകയാണ്. ചിന്തിക്കുക, ഹോളി ആത്മാക്കളായ നിങ്ങളുടെ മേൽ ഏത് നിറം പതിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഹോളിയായത്? നിരവധി നിറങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ മേൽ ഏത് നിറമാണ് പതിഞ്ഞത്? നിങ്ങളെ ഹോളിയാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിറം ഏതാണ്? ഏറ്റവും വലിയ നിറം പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറമാണ്. പരമാത്മ കൂട്ടുകെട്ടിൻ്റെ നിറം പതിഞ്ഞതിലൂടെ സഹജമായി ഹോളിയായി മാറി. കാരണം പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം അവിനാശിയായ കൂട്ടുകെട്ടിൻ്റെ നിറമാണ്. മറ്റ് നിറങ്ങൾ കുറച്ചു സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. പക്ഷേ പരമാത്മ കൂട്ടുകെട്ടിൻ്റെ നിറം പതിഞ്ഞതിലൂടെ നിങ്ങൾ സഹജമായി ഹോളി, അതായത് പവിത്രമായി മാറി. ആത്മാവിൻ്റെ നിറം അപവിത്രതയിൽ നിന്നും പവിത്രമായി മാറി. കാരണം നിങ്ങളെല്ലാവരും പരമാത്മാവിനെ നിങ്ങളുടെ കമ്പാനിയൻ ആക്കി മാറ്റി, കൂട്ടുകാരനാക്കി. അതുകൊണ്ട് നിങ്ങൾ കമ്പൈൻഡായി മാറി. ഈ കമ്പൈൻഡ് സ്വരൂപം ഇഷ്ടമാണല്ലോ. കമ്പൈൻഡ് സ്വരൂപത്തിനെ വേർപെടുത്താൻ കഴിയില്ല. ഈ അനുഭവം ഉണ്ടല്ലോ. സദാ കമ്പൈൻഡായി ഇരിക്കുന്നുണ്ടോ? ഒരിക്കലും ഒറ്റയ്ക്കല്ല. മായ ഒറ്റപ്പെടുത്തി പഴയ സംസ്കാരങ്ങളെ ഇമർജാക്കുന്നു. പഴയ സംസ്കാരങ്ങൾ ഇമർജാകുകയും ചെയ്യുന്നു. ശുദ്ധ സംസ്കാരം മർജായി പോകുന്നു. പഴയ സംസ്കാരങ്ങളാണ് അശ്രദ്ധയും അലസതയും. ഇത് വ്യത്യസ്ത രൂപങ്ങളിൽ ഇമർജാകുമ്പോൾ കമ്പൈൻഡ് സ്വരൂപം വേർപിരിയുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സദാ കമ്പൈൻഡായിരിക്കുന്നോ അതോ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. മായയുടെ അനേക രൂപങ്ങൾ മനസ്സിലാക്കിയില്ലേ? മായ സമർത്ഥമായി തൻ്റെ നിറം തേക്കുന്നു. വേർപെടുത്തുക എന്നാൽ മായയുടെ നിറം പിടിപ്പിക്കുക എന്നാണ്. ഈ അലസതയും അശ്രദ്ധയും വ്യത്യസ്ത രൂപങ്ങളിലാണ് വരുന്നത്. മായ തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നത്. കാരണം കുട്ടികൾക്കിത് തിരിച്ചറിയാൻ കഴിയില്ല. ഈ അലസതയും അശ്രദ്ധയും രാവണന്റെ സമ്പത്താണ്. ഇത് ബാബയുടെ സമ്പത്തല്ല. വളരെ ലഹരിയോടെ രാവണന്റെ സമ്പത്തിനെ കുട്ടികൾ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ സംസ്കാരമാണ് എന്ന്. എൻ്റെ സംസ്കാരമാണെന്ന് പറയാൻ തുടങ്ങുന്നു. ഇത് പരമാത്മ സമ്പത്താണോ അതോ രാവണന്റെ സമ്പത്താണോ? അതിനെ എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കൂ. എൻ്റേതാക്കുന്നത് മായയുടെ മിടുക്കാണ്. ബാബയുടെ സമ്പത്താണോ അതോ രാവണന്റെ സമ്പത്താണോ പ്രിയപ്പെട്ടത്? കുട്ടികൾ സ്വയം രക്ഷപ്പെടുന്നതിനായി സാധാരണഗതിയിൽ പറയും, എൻ്റെ സംസ്കാരമാണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചിന്തിച്ചു നോക്കൂ, ഇത് എൻ്റേതാണോ? രാവണന്റെ സമ്പത്ത് സ്വന്തമാക്കുന്നതിലൂടെ ശുഭകരമായ സംസ്കാരങ്ങൾ ക്രമേണ സമാപ്തമാകുന്നു. പരമാത്മ കൂട്ടുകെട്ടിൻ്റെ നിറം മങ്ങുകയും മായയുടെ നിറം ഇമർജാകുകയും ചെയ്യുന്നു. അതിനാൽ മുന്നോട്ടു പോകുമ്പോൾ ഏത് നിറമാണ് പതിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ആളുകൾ ഹോളിയിൽ എന്താണ് ചെയ്യുന്നത്? ആദ്യം തിന്മ കത്തിക്കുന്നു, പിന്നീട് നിറം തേക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ ബാബ് ദാദ നിങ്ങളുടെ മേൽ കൂട്ടുകെട്ടിൻ്റെ നിറം തേക്കുന്നു. ഒപ്പം ജ്ഞാനത്തിൻ്റെ നിറം, ശക്തികളുടെ നിറം, ഗുണങ്ങളുടെ നിറം ഇവയെല്ലാം തേക്കുന്നു.
അപ്പോൾ എല്ലാവരിലും ആത്മീയ നിറം പടർന്നിരിക്കുകയല്ലേ? പടർന്നിട്ടുണ്ടോ? കൈ ഉയർത്തൂ. ആത്മീയ നിറം പിടിപ്പിച്ചിട്ടുണ്ട്. അത് മാഞ്ഞു പോകില്ല, അല്ലേ? ആരുടെ മേലാണോ ആത്മീയ നിറം പടർന്നിട്ടുള്ളത്, അവിനാശി നിറം പതിഞ്ഞിട്ടുള്ളത്, അവരുടെ മേൽ മറ്റൊരു നിറവും ഏൽക്കുകയില്ല. ഈ നിറം കൊണ്ട് എത്ര പവിത്രമായി മാറി! മുഴുവൻ കൽപ്പത്തിലും നിങ്ങളെപ്പോലെ ഹോളിയും പവിത്രവുമായി വേറെ ആരുമില്ല. നിങ്ങളുടെ പവിത്രത, പ്രഭുവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം, പരമാത്മാവുമായി കമ്പൈൻഡായി ഇരിക്കുന്നതിൻ്റെ അനുഭവം ഏറ്റവും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. വേറെ ആരെല്ലാം ഹോളിയും പവിത്രവുമാകുന്നോ അവരുടെ ശരീരം പവിത്രമാകുന്നില്ല. ആത്മാവ് പവിത്രമാകുന്നു. പക്ഷെ നിങ്ങൾ ഹോളിയും പവിത്രവുമാകുമ്പോൾ നിങ്ങളുടെ ശരീരവും ആത്മാവും രണ്ടും പവിത്രമാകുന്നു. പവിത്രതയെ സുഖം, ശാന്തി, ആനന്ദത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നു. എവിടെ പവിത്രതയുണ്ടോ അവിടെ സുഖവും ശാന്തിയും ഒപ്പമുണ്ടാകും. കാരണം അമ്മയുള്ളിടത്ത് കുട്ടികളുമുണ്ട്. ബാബ വന്നു നിങ്ങളെ വളരെ പവിത്രമാക്കുന്നു. നിങ്ങളുടെ ജഡചിത്രങ്ങളും വിധിപൂർവമാണ് പൂജിക്കപ്പെടുന്നത്. കലിയുഗത്തിലെ അവസാന ജന്മത്തിൽ പോലും നിങ്ങളുടെ ജഡചിത്രങ്ങളെ എത്ര വിധിപൂർവമാണ് പൂജിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു. ഇത് പവിത്രതയുടെ വിശേഷതയാണ്. മഹാനാത്മാക്കളും ധർമാത്മാക്കളും എത്ര പവിത്രമായാലും ആരുടെയും ക്ഷേത്രം നിർമ്മിക്കുന്നില്ല, ആരെയും ഇത്രയും വിധിപൂർവം പൂജിക്കുന്നില്ല. അവസാന ജന്മത്തിലും നിങ്ങളുടെ ചിത്രങ്ങൾ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തേക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഹോളിയും ലോകത്തിലെ ഹോളിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! നിങ്ങളും വിനോദത്തിനായി അല്പം ഹോളി ആഘോഷിക്കുന്നുണ്ടെങ്കിലും സത്യമായ ഹോളി പരമാത്മ കൂട്ടുകെട്ടിൻ്റെ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ ഹോളിയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. ആളുകൾ വ്യത്യസ്ത രീതികളിൽ ഹോളി ആഘോഷിക്കുന്നു. ഹോളി എന്ന വാക്കിനും ഒരു രഹസ്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മാത്രമാണ് ആഘോഷിക്കുന്നത്. ഹോളിയുടെ അർത്ഥമാണ് അത് കഴിഞ്ഞു, കഴിഞ്ഞു പോയത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പഴയ ജീവിതം, പഴയ കാര്യങ്ങൾ, പഴയ സംസ്കാരങ്ങൾ, പഴയ വ്യർത്ഥസങ്കല്പങ്ങൾ എല്ലാം സമാപ്തമാക്കി. കഴിഞ്ഞത് ഉപേക്ഷിക്കുക അർത്ഥം ഹോ ലി. ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും അബദ്ധത്തിൽ പഴയ സംസ്കാരങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ ജന്മം തന്നെ പുതിയതാണ്. നിങ്ങളെല്ലാവരും മർജീവ ആയില്ലേ? ആയോ? കൈകൾ ഉയർത്തൂ. ശരി, പുതിയ ജന്മമായപ്പോൾ കഴിഞ്ഞ കാലം എങ്ങനെ ഓർമ്മ വരും? പഴയത് പഴയതായി പോയി. കഴിഞ്ഞ കാര്യങ്ങളും സങ്കല്പങ്ങളും സംസ്കാരവും ഇമർജായി വന്നാൽ എന്തു പറയും? ഹോളി ആഘോഷിച്ചോ? ഹോലി അതായത് സമാപ്തമാക്കിയില്ലേ? പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം ശരിയായി പതിഞ്ഞിട്ടില്ലേ? പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം പതിയുക എന്നാൽ പഴയ ജന്മം മറക്കുക എന്നാണ്. മർജീവ ആയതിനാൽ പഴയ കാര്യങ്ങൾ മറക്കുക. ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുമ്പോൾ പഴയ ജന്മം ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇപ്പോൾ ബ്രാഹ്മണ ജന്മം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തെറ്റായി നിങ്ങളുടേതെന്ന് വിളിക്കുന്ന പഴയ ജന്മത്തിലെ സംസ്കാരങ്ങൾ നിങ്ങളുടേത് ആണോ? ഇവ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സംസ്കാരമാണോ? ചിലപ്പോൾ അലസത, ചിലപ്പോൾ രാജകീയ മടി. അലസതയ്ക്ക് പല വ്യത്യസ്ത രൂപങ്ങളുണ്ട്. എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കണം. എത്ര പ്രകാരത്തിലെ ആലസ്യമാണ് ഉള്ളത്? ഏതൊക്കെ റോയൽ രൂപത്തിലാണ് വരുന്നത്? ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അർത്ഥമാണ് പുതിയ ജീവിതം. അതിൽ പഴയതൊന്നും നിലനിൽക്കില്ല.
ഇന്ന് നിങ്ങൾ ഹോളി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? ഹോളി എന്നാൽ സമാപ്തമായി. ഇന്ന് ഹോളി ആഘോഷിക്കുന്നതിൻ്റെ അർത്ഥമാണ് പഴയ സംസ്കാരങ്ങളുടെ ഹോളി കത്തിക്കുക. കത്തിച്ചതിന് ശേഷം വേണം ആഘോഷിക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ ആഘോഷത്തിൻ്റെ സ്വരൂപമാണ്. കത്തിച്ചു കഴിഞ്ഞു, ഇനി ആഘോഷിക്കണം. പ്രഭുവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം ആസ്വദിക്കാൻ പോകുന്നു. കമ്പൈൻഡായി ഇരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യാൻ പോകുന്നവരാണ്. എന്തുകൊണ്ട്? ഹോളിയസ്റ്റായ ബാബ നിങ്ങളുടെ മേൽ ഹോളിയാകുന്നതിൻ്റെയും പവിത്രമാകുന്നതിൻ്റെയും നിറം പിടിപ്പിച്ചു. ഇന്ന് ഏത് ഹോളിയാണ് ആഘോഷിക്കുന്നത്? ഇന്നു മുതൽ പ്രത്യേകിച്ച് പഴയ സംസ്കാരങ്ങളൊന്നും വരാൻ അനുവദിക്കരുത്. ഈ ഹോളി ആഘോഷിക്കണം. ആഘോഷിക്കാൻ കഴിയുമോ? അതോ ചിലപ്പോൾ അവ വരുമോ? ഈ രാജകീയ വാക്ക് എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സംസ്കാരങ്ങളുണ്ട്. ഈ വാക്ക് ഇന്ന് ദൃഢസങ്കല്പത്തിൻ്റെ വിധിയിലൂടെ സമാപ്തമാക്കൂ. അങ്ങനെയുള്ള ഹോളി എന്നേക്കുമായി ആഘോഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതോ ചിലപ്പോഴൊക്കെ ആഘോഷിക്കുമോ? ഇന്ന് പഴയ സംസ്കാരങ്ങൾ സമാപ്തമായി. ഇന്നു മുതൽ കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയ ജന്മമാണ്. പഴയ ജന്മം സമാപ്തമായി എന്ന് ആരൊക്കെയാണ് മനസ്സിലാക്കുന്നത്? അങ്ങനെ ധൈര്യം വയ്ക്കുന്ന നിങ്ങൾ ബാബയുടെ മധുരവും പ്രിയപ്പെട്ടതും വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ കുട്ടികളാണ്. ഈ സങ്കല്പമല്ല, പകരം ദൃഢസങ്കല്പമെടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? കൈകൾ ഉയർത്തുക. നോക്കൂ, എല്ലാവരും ധൈര്യം വെച്ചിട്ടുണ്ട്. ചിലർ പിന്നിലാണെങ്കിലും നിങ്ങളെല്ലാവരും കൂട്ടുകാരാണല്ലോ. ദൃഢമായ കൂട്ടുകാരാണ്. 2 കൈകളും ഉയർത്തൂ. എല്ലാവരുടെയും ഈ ഫോട്ടോ എടുക്കുക. ശരി, ഡബിൾ വിദേശികളും കൈകൾ ഉയർത്തുകയാണ്. ഇന്ന് ബാബ്ദാദ നിങ്ങൾക്ക് ഹോളി ആഘോഷിച്ചതിന് ദശലക്ഷക്കണക്കിന് ആശംസകൾ നൽകുകയാണ്. അബദ്ധത്തിൽ പോലും ഇനി നിങ്ങളുടെ വായിൽ നിന്ന് എൻ്റെ സംസ്കാരം എന്ന വാക്ക് വരരുത്. എൻ്റെ സംസ്കാരം, രാവണൻ്റെ സംസ്കാരങ്ങളെ എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. രാവണനെ ശത്രു എന്ന് വിളിക്കുന്നു. ശത്രുവിൻ്റെ ഖജനാവ് സ്വന്തമാക്കുന്നത് അത്ഭുതമാണ്. നിങ്ങളും അത്ഭുതപ്പെടുന്നില്ലേ? എന്താണ് ഈ പറയുന്നത് എന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നു, പറയുകയും ചെയ്യുന്നു. ഉള്ളിൽ ഹൃദയം വേദനിക്കുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യുന്നു. ബാബയോട് സംസാരിക്കുകയും ചെയ്യും, ക്ഷമ ചോദിക്കുകയും ചെയ്യും. ബാബ നാളെ മുതൽ ചെയ്യില്ല, വീണ്ടും ചെയ്യുന്നു. ബാബ്ദാദ ഇനി എന്ത് ചെയ്യണം? കണ്ടുകൊണ്ടിരിക്കണമോ? ഇപ്പോൾ ഈ വാക്കിൻ്റെ ഹോളി കത്തിക്കണം. നോക്കൂ, കത്തിക്കുന്നതിനെക്കുറിച്ച് വളരെ നല്ല ഒരു കാര്യം പറയുന്നുണ്ട്. കോക്കി നൂലിൽ കെട്ടി പാചകം ചെയ്യുന്നു. പുറത്തെടുക്കുമ്പോൾ കോക്കി പാകമാകുന്നു, പക്ഷേ നൂൽ കത്തുകയില്ല. നിങ്ങൾ പഠിച്ച ആദ്യ പാഠത്തിൻ്റെ ഓർമ്മചിഹ്നമാണ്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ബാബ്ദാദ കാണുന്നു, ഈ ഉത്സവങ്ങളും ശാസ്ത്രങ്ങളും സൃഷ്ടിച്ച കുട്ടികളുടെ അത്ഭുതവും നിസ്സാരമല്ല. അവരും ബാബ്ദാദയുടെ കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയവരാണ്. അതിൽ മാവിൽ ഉപ്പിടുന്നത് പോലെയാണെങ്കിലും രസകരമായി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എല്ലാ ഉത്സവങ്ങളുടെയും ഓർമ്മചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പല സൂക്ഷ്മ കാര്യങ്ങൾക്കും ഭൗതിക രൂപം നൽകിയിട്ടുണ്ട്. ഓർമ്മചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തിയിലും കുറവ് വരുത്തിയിട്ടില്ല. ദ്വാപര കലിയുഗങ്ങളിൽ ഓർമ്മയിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. അത്യന്തം വികാരികളാകുന്നതിൽ നിന്നും രക്ഷിച്ചു. ബാബ്ദാദ ഈ വസ്തുക്കൾ, ഉത്സവങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ടാക്കുന്നവർക്ക്
അവരുടെ ഫലം നൽകുന്നു. എന്നിട്ടും ഭക്തിയിൽ കുറച്ചൊക്കെ ഓർമ്മിക്കുകയും കുറച്ചുനേരം വികാരങ്ങളിൽ നിന്ന് മുക്തരായിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ഏത് ഹോളിയാണ് ആഘോഷിച്ചത്? ഏത് ഹോളി ആഘോഷിച്ചു? ഹോലി, അതായത് സമാപ്തം. എല്ലാവരും പറയൂ ഹോലി. ഇങ്ങനെ ചെയ്യൂ. ബാബ്ദാദ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഹോലി, ഉറപ്പല്ലേ? ആഘോഷിച്ചോ? ആഘോഷിച്ചോ? ശരി, മായ നാളെ വീണ്ടും വരും. കാരണം മായയും കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കരുത്. രസകരമാണ് അല്ലേ? ഇത് രസകരമാണ്. അതിനാൽ സന്തോഷത്തോടെ ഇരിക്കുക. ബാബയെ ഓർമ്മിക്കുക. നമ്മളിൽ ബാബ എത്ര ആത്മീയ നിറങ്ങളാണ് വിതറുന്നത്. നിങ്ങൾ അതിലൂടെ ഹോളി ഹംസമായി മാറി. ഹോളി ഹംസം എന്നാൽ നിർണയ ശക്തിയുള്ള ഹോളി ഹംസങ്ങൾ. ഏത് കാര്യം ചെയ്താലും ഒരിരിപ്പിടം ഉറപ്പിക്കൂ. ആദ്യം ആ ഇരിപ്പിടത്തിലിരുന്നിട്ട് തീരുമാനമെടുക്കുക. ആ ഇരിപ്പിടം അറിയാമല്ലോ, അതാണ് ത്രികാലദർശിയുടെ ഇരിപ്പിടം. ആദ്യം ത്രികാലദർശിയുടെ ഇരിപ്പിടത്തിലിരുന്നിട്ട് 3 കാലങ്ങളെയും നോക്കൂ. വർത്തമാനകാലം മാത്രമല്ല, ആദി മധ്യ അന്ത്യം 3 കാലങ്ങളെയും നോക്കൂ. 3 കാലങ്ങളിലും നേട്ടമാണോ അതോ നഷ്ടമാണോ? ചില കുട്ടികൾ വളരെ കൗശലക്കാരാണ്. എന്ത് കൗശലമാണെന്ന് കേൾപ്പിക്കട്ടെ. എന്താണ് പറയുന്നത്? ഈ കാര്യം നടത്തണമായിരുന്നു, അതിനാൽ ചെയ്തു. ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ചെയ്തു. ചെയ്തുവെങ്കിൽ കർമ്മത്തിന്റെ ഫലം ലഭിക്കും. അതിനാൽ കൗശലം കാണിക്കരുത്. ബാബയെ സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. തെറ്റുകൾ ചെയ്യുമ്പോഴാണ് ബാബയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. ബാബ, അങ്ങ് ദയാഹൃദയനാണല്ലോ, അങ്ങ് ക്ഷമയുടെ സാഗരമല്ലേ. ബാബ ആരാണെന്ന് ബാബയെയും ഓർമ്മിപ്പിക്കുന്നു. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് പറഞ്ഞ് സമാപ്തമാക്കൂ, മനസ്സിലാക്കിയിട്ട് കേൾപ്പിച്ച് സമാപ്തമാക്കൂ, ഒരു വാക്ക് ദൃഢമാക്കൂ. കേൾപ്പിക്കുന്നുണ്ട്, പക്ഷെ ആദ്യം ദൃഢസങ്കല്പത്തോടെ സ്വപരിവർത്തനം ചെയ്തിട്ട് കേൾപ്പിക്കൂ. സന്തോഷിപ്പിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞില്ലേ, ബാബയെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങിത് പറഞ്ഞിരുന്നില്ലേ? വളരെ കൗശലം കാണിക്കുന്നു. ഇനി കൗശലം വേണ്ട, ധൈര്യം വയ്ക്കൂ. ചെയ്യണം, ചെയ്തേക്കാം, ചെയ്യാം എന്ന് പറയരുത്. ബാബ്ദാദ മുഴുവൻ ദിവസത്തിലും ചെയ്തേക്കാം എന്ന ഗാനം ധാരാളം കേൾക്കുന്നു. ചെയ്തേക്കാം, കാണിക്കാം, ആയിത്തീരാം. പക്ഷെ എത്ര വേഗതയിൽ? ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവർ ബാബയുടെ കൂടെ പോകുമോ? ബാബ എപ്പോഴും തയ്യാറാണ്. ചെയ്തേക്കാം എന്ന് പറയുന്നവർ എപ്പോഴും തയ്യാറല്ലല്ലോ. അപ്പോൾ ബാബയോടൊപ്പം എങ്ങനെയാണ് പോകുന്നത്? കണ്ടുകൊണ്ടിരിക്കും, ബാബയോടൊപ്പം പോകുന്നു. ബാബയ്ക്ക് ഓരോ കുട്ടിയോടും ദശലക്ഷം മടങ്ങ് സ്നേഹമാണ്. തൻ്റെ കുട്ടികൾ തന്നോടൊപ്പമല്ലാതെ പോകുന്നത് ബാബ ആഗ്രഹിക്കുന്നില്ല. വീട്ടിലേക്ക് പോകാനുള്ള സമയം വരുമ്പോൾ വീട്ടിലേക്ക് പോകില്ലേ? കാരണം വീട്ടിൽ പോയതിനു ശേഷം രാജ്യത്തിലേക്ക് വരണം. ഒപ്പം വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ബ്രഹ്മബാബയോടൊപ്പം രാജ്യത്തിലേക്ക് വരില്ല, പിന്നാലെ വരും. നിങ്ങളുടെ വാഗ്ദാനം എന്താണ്? കൂടെ പോകും എന്നാണോ അതോ വന്നുകൊള്ളാം എന്നാണോ? ഇതിനും ചെയ്തേക്കാം എന്ന് ചേർക്കുമോ? എത്തിച്ചേരും. ബാബ തീർച്ചയായും എത്തിച്ചേരും. ഈ ഭാഷ ഇപ്പോൾ സമാപ്തമാക്കൂ. ശരി, ബാബ്ദാദ നാനാഭാഗത്തെയും കുട്ടികളെ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സെന്ററുകളിൽ ശാസ്ത്രമാർഗത്തിലൂടെ ദൂരെയിരുന്നും ബാബ്ദാദയെ കാണുന്നുണ്ട്. നിങ്ങൾ ടോളി കഴിക്കുമ്പോൾ അവരും
ടോളി വിതരണം ചെയ്യുന്നു. ബാപ്ദാദ എല്ലാവരെയും കാണുന്നു, എങ്ങനെ അകലെയിരുന്നും സമീപത്താണെന്ന അനുഭവം ചെയ്യുന്നത്. എല്ലായിടത്തുമുള്ള കുട്ടികളിൽ ആരാണോ ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവും ആകണമെന്ന സങ്കല്പം ധാരണ ചെയ്ത് സമയാനുസൃതമായി ഈ സങ്കല്പത്തിന് ദൃഢതയുടെ ബലം കൊടുത്തുകൊണ്ടിരിക്കുന്ന, എല്ലായിടത്തുമുള്ള ശുഭസങ്കല്പം ധാരണ ചെയ്യുന്ന, ഒപ്പം ബാബയുടെ ആശകൾ പൂർത്തിയാക്കുന്ന ആശാനക്ഷത്രങ്ങൾക്ക് കർമാതീതമാകണം, ആകണം, ആകണം എന്ന ദാദിയുടെ വാക്കുകളും സദാ ചെയ്യേണ്ടതെന്തും ഇന്ന് ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്ന മമ്മയുടെ വാക്കുകളും, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്ന ദീദിയുടെ വാക്കുകളും സദാ കാതുകളിൽ മുഴങ്ങണം. എപ്പോഴും എനിക്ക് വീട്ടിലേക്ക് പോകണം, ഈ ധ്വനി മുഴങ്ങണം. കർമാതീതമാകണം, വീട്ടിലേക്ക് പോകണം. ഈ വാക്കുകൾ ആവർത്തിച്ച് സ്മൃതിയിൽ കൊണ്ടുവരുന്ന സമർത്ഥരായ ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ ഹോളി കുട്ടികൾക്ക് ഹോളിയുടെ ആശംസകൾ. ഒപ്പം എല്ലാവർക്കും ആദ്യം മധുബനിലെ ഗോവറിന്, അതായത് ഒരു മധുര പലഹാരത്തിന് മുന്നിൽ വായി തുറക്കൂ. ഗോവർ കഴിക്കൂ. കഴിച്ചുവോ? എല്ലാവർക്കും ബാപ്ദാദയുടെയും അഡ്വാൻസ് പാർട്ടിയിലെയും സർവ്വ കുട്ടികൾക്കും ദശലക്ഷക്കണക്കിന് സ്നേഹസ്മരണകളും ബാപ്ദാദയുടെ നമസ്തേയും. വരദാനം: സർവ ആത്മാക്കളെയും പ്രതി സ്നേഹത്തിൻ്റെയും ശുഭചിന്തയുടെയും ഭാവന വയ്ക്കുന്ന ദേഹി അഭിമാനിയായി ഭവിക്കട്ടെ. മഹിമ ചെയ്യുന്ന ആത്മാവിനെ പ്രതി സ്നേഹത്തിൻ്റെ ഭാവന ഉണ്ടായിരിക്കുന്നത് പോലെ ആരെങ്കിലും ശിക്ഷണം നൽകുമ്പോൾ ആ ആത്മാവിനെ പ്രതി സ്നേഹത്തിൻ്റെയും ശുഭചിന്തയുടെയും ഭാവന ഉണ്ടായിരിക്കണം. ഇവർ എൻ്റെ ഏറ്റവും വലിയ ശുഭചിന്തകരാണ്. അങ്ങനെയുള്ള സ്ഥിതിയെയാണ് ദേഹി അഭിമാനി എന്ന് പറയുന്നത്. ദേഹി അഭിമാനിയല്ലെങ്കിൽ തീർച്ചയായും അഭിമാനമുണ്ട്. അഭിമാനമുള്ളവർക്ക് ഒരിക്കലും അപമാനം സഹിക്കാൻ കഴിയില്ല. സ്ലോഗൻ: സദാ പരമാത്മ സ്നേഹത്തിൽ മുഴുകിയിരിക്കൂ, അപ്പോൾ ദുഃഖത്തിൻ്റെ ലോകത്തെ മറക്കും. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ അടിത്തറ ദൃഢമാക്കി സദാ നിർഭയരും നിശ്ചിന്തരുമായിരിക്കൂ. മുതിർന്നവരുടെ കൈകളിൽ പിടിക്കുമ്പോൾ കുട്ടികൾ സദാ പേടിയില്ലാത്തവരും നിശ്ചിന്തരും ആകുന്നു. താങ്കളുടെ നിശ്ചയമാണ് ഓരോ കർമ്മത്തിലും ബാബ എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ഈ അലൗകിക ജീവിതത്തിൻ്റെ കൈകൾ ബാബയുടെ കൈകളിലാണ്, ബാബയിൽ അർപ്പിതമാണ് എന്നർത്ഥം. അപ്പോൾ ചുമതല ബാബയ്ക്കാണ്. എല്ലാ ഭാരവും ബാബയുടെ മേൽ വെച്ച് സ്വയത്തിനെ ഭാരമില്ലാത്തവരാക്കുകയാണ് എങ്കിൽ സദാ നിശ്ചിന്തരാകും. ഓരോ കാര്യവും കൃത്യതയുള്ളതും ആകും. ഓം ശാന്തി.